ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. അതായത് ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ്. 2025 മാർച്ച് 29 കുംഭരാശി നിൽക്കുന്ന ശനി മീനം രാശിയിലേക്ക് രാശി മാറുന്നു. ആ മീനരാശിയിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ശനിയെ സംബന്ധിച്ചിടത്തോളം ഏതു കൂറുകാരും ഭയപ്പെടുന്ന ഒരു ഗ്രഹമാണ് ശനി. ശനിയെ ഭയപ്പെടേണ്ടതുണ്ടോ? ശനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ഏത് സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കണം, എന്ത് കർമ്മം ചെയ്യണം, ആ കർമ്മം എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ആ വ്യക്തിയെ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അങ്ങനെ പഠിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ കാണാം. അതേസമയം പഠന തൽപരരല്ലാത്തവർ അവരെ തല്ലുകയും അവരെ ശിക്ഷിക്കുകയും അവരെ അച്ചടക്കം ഉള്ള ശീലമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നൊരു ഗ്രഹമായിട്ടും കൂടെ നമുക്ക് ശനിയെ കാണാം. ഇപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി. ഇപ്പം മനുഷ്യനെ പ്രത്യേകിച്ച് അവരുടെ ദുരിതങ്ങൾ അനുഭവിച്ച് എന്തും സഹിക്കാനുള്ള ഒരു ക്ഷമ, സഹനശക്തിയൊക്കെ ഒരു വ്യക്തിക്കുണ്ടാക്കി കൊടുക്കുന്നതും ശനിയാണ്. കാരണം ശനി അധ്വാനത്തിൻ്റെ ഗ്രഹമാണ്, അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ്, ക്ഷമാശീലത്തിൻ്റെ ഗ്രഹമാണ്, നീതിബോധത്തിൻ്റെ ഗ്രഹമാണ്, കഷ്ടപ്പാടുകളുടെ ഒക്കെ ഗ്രഹമാണ്. അപ്പോൾ അധ്വാനവും അച്ചടക്കവും ക്ഷമാശീലവും നീതിബോധവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സുഖവും അതുപോലെ ഈശ്വര കടാക്ഷവും ഉണ്ടാകുമെന്നും ഇവയെല്ലാം കൂടിക്കലർന്നതാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവാണ് ശനി. അപ്പോൾ ശനി കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 12ാം ഭാവാധിപനാണ്. അതുപോലെ ജന്മരാശ്യാധിപനുമാണ് ശനി. ഇപ്പോൾ ആ ശനി ജന്മരാശി നിൽക്കുകയാണ്. 2025 മാർച്ച് 29 ആ ശനി ജന്മരാശിയിൽ നിന്നും നേരെ 2ലേക്ക്, അതായത് മീനരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പം മീനരാശി എന്ന് പറയുമ്പോൾ ശനിയുടെ ശത്രുരാശിയല്ല, അത് ഗുരുവിൻ്റെ രാശിയാണ്. 2027 ജൂൺ 3 വരെ ആ ശനി ആ മീനൻ രാശിയിലുണ്ടാകും. അപ്പോൾ 2ാം ഭാവരാശ്യാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു ക്രമേണ മെയ് 10 ആകുമ്പോൾ 5ലേക്കൊക്കെ രാശി മാറുന്ന സമയമാണ്. ശനി ഗുരു ശത്രുഗ്രഹങ്ങളല്ല, ഒരു സമന്മാരാണ്. മീനരാശിയിൽ ശനി സഞ്ചരിക്കുന്നത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിലും ഉത്തരട്ടാതി രേവതി നക്ഷത്രത്തിലുമാണ്. പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ഗുരുവാണ്. ഉത്തരട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ്. അപ്പോൾ ശനിയുടെ നക്ഷത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതുപോലെ ബുധൻ, ഈ രേവതി നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. ആ ബുധൻ്റെ നക്ഷത്രത്തിലും ശനി സഞ്ചരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ഗുരുവും ബുധനും ഒക്കെ ശനിയുടെ ശത്രുഗ്രഹങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ശനിയുടെ മീനശനി അല്ലെങ്കിൽ ഗോചര ശനി, ഈ മീനശനി പ്രത്യേകിച്ച് കുംഭക്കൂറുകാർക്ക് വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് പറയാം. ഇനി കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി അവരുടെ 2ലേക്ക് മാറുക എന്ന് പറയുമ്പോൾ കുംഭക്കൂറുകാർക്ക് ജന്മശനി കഴിഞ്ഞ് ആ ജന്മശനി കഴിഞ്ഞ് 7ര ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ 7ര ശനിയുടെ 5 വർഷം കഴിയുകയാണ്. ഇനിയുള്ള ഒരു 2.5 വർഷത്തിലേക്കാണ് ഈ കുംഭക്കൂറുകാർ പ്രവേശിക്കുന്നത്. ഇപ്പോൾ കുംഭക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, അതുപോലെ ചതയം നക്ഷത്രം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെയൊക്കെ അധിപന്മാരെന്ന് പറയുന്നത് അവിട്ട നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്, ചതയം നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ്, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് വേഴഗ്രഹമാണ്. അപ്പോൾ അതിൽ ചൊവ്വ എന്ന് പറയുന്നത് ശനിയുടെ ശത്രുഗ്രഹമായിട്ട് കാണാം.
ഗുരു ശനിയുടെ ശത്രുഗ്രഹമല്ല, സമാനമായ ഗ്രഹമാണ്. രാഹു വലിയ ദോഷം ചെയ്യില്ല എന്നും കൂടെ പറയാം. അപ്പോൾ ഈ കുംഭക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ചതയം പൂരിട്ടാതി നക്ഷത്രക്കാരേക്കാൾ അവിട്ടം നക്ഷത്രക്കാർക്കാണ് അല്പദോഷം ഈ ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിൽ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഈ കുംഭക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി ദശാകാലം എന്ന് ഏത് സമയത്ത് വരും എന്നും കൂടെ നോക്കാം. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ദശാകാലം ആരംഭിക്കുന്നത് ഏകദേശം ഒരു 38-40 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. ചതയം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഒരു 28-30 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ശനിദശ ആരംഭിക്കുന്നത്. പൂരിട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഒരു 8-10 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ശനിദശ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ശനിദശയുടെ ആരംഭം ഇങ്ങനെ പറഞ്ഞു, ഒരു ഏകദേശ രൂപമാണ്. ഇപ്പോൾ ഈ കുറിലെ നക്ഷത്രക്കാരുടെ ജന്മശിഷ്ട ദശാകാലം കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ച് ഈ ശനിദശയുടെ ആരംഭകാലത്തിലും വ്യതിയാനം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ തന്നെയും നമ്മൾ ഏത് ദശ നടക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഏത് ദശ ഒരു വ്യക്തിക്ക് നടക്കുമ്പോഴും ശനിയുടെ അപകാരകാലം ആ ദശയിൽ വരും. അപ്പോൾ ഈ കൂറുകാരുടെ ലഗ്നാൽ ജാതകത്തിൽ നല്ല ഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നതെങ്കിൽ ഈ ഗോചര ശനി അല്ലെങ്കിൽ മീനശനി വലിയ ദോഷം ചെയ്യില്ല. ജാതകത്തിൽ ശനി അനിഷ്ടസ്ഥിതനാണെങ്കിൽ ഗോചരശനി ദോഷം കൂട്ടും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ അവസാന ഘട്ടമാണ്. അതായത് ഏഴര ശനിയുടെ ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു, അവസാനത്തെ 2.5 വർഷത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് ഈ കുംഭക്കൂറിലെ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കുംഭക്കൂറിലെ ഒരു നക്ഷത്രം എടുത്താൽ ആ നക്ഷത്രക്കാർക്ക് ഒരേ അനുഭവങ്ങളാണോ ഈ ഏഴര ശനി കൊടുക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കാൻ കുംഭക്കൂറിലെ നക്ഷത്രക്കാരുടെ ലഗ്നരാശികൾ അറിയണം. അവർക്കിപ്പോൾ നടക്കുന്ന ദശയും അപകാരവും ഏത് ഗ്രഹങ്ങളുടേതാണെന്നറിയണം. ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ പൊതുവെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം നമുക്ക് സാധ്യമാവൂ. അതൊക്കെ ജാതക ചിന്തയിലൂടെ മാത്രമേ സാധ്യമാവൂ. ഇപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വ്യത്യസ്ത ലഗ്നരാശികൾ വരും. ചിലർക്ക് കുംഭലഗ്നമായിരിക്കാം, ചിലർക്ക് മീനലഗ്നമായിരിക്കാം. 12 രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നം വരാം. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇടവലഗ്നം, അതുപോലെ മിഥുന ലഗ്നം, കന്നി ലഗ്നം, തുലാലഗ്നം, വൃശ്ചിക ലഗ്നം, മകരലഗ്നം വരുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഗ്നം വന്നിട്ടുള്ളവർക്ക് ഈ ഗോചരശനി മീനശനി നേട്ടങ്ങൾ തരും, വലിയ ദോഷം ഉണ്ടാക്കില്ല. അതേസമയം ഈ മേട ലഗ്നം, ചിങ്ങലഗ്നം, ധനുലഗ്നം, മീനലഗ്നം അത് അത്തരത്തിലുള്ള ലഗ്നം വന്നിട്ടുള്ളവർക്ക് ഈ ഏഴര ശനിയുടെ സമയം ചെറിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം, മാനസിക സംഘർഷം ഉണ്ടാക്കാം, ചില ടെൻഷനൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അതേസമയം ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ, ഇപ്പം നടക്കുന്ന അപകാരം അവയൊക്കെ ഇഷ്ടഗ്രഹങ്ങളുടേതാണെങ്കിൽ ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തുമാണെങ്കിൽ ഈ ദോഷാനുഭവങ്ങൾ മാറിക്കിട്ടും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ബുധൻ്റെയൊക്കെ ദശ നടക്കുന്നവർക്ക് നല്ലതാണ്. അതേസമയം രവി, കുജൻ, അതുപോലെ കേതു, ചന്ദ്രൻ, രാഹു ഈ ഗ്രഹങ്ങളുടെ ദശ അത്രത്തോളം ആ ദശയും അതുപോലെ അവയുടെയൊക്കെ അപകാരങ്ങളും പൊതുവെ ഈ ഗുണാനുഭവം കുറയ്ക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ ഏഴര ശനിയുടെ അവസാനത്തെ 2.5 വർഷം കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും എന്ത് തരത്തിലുള്ള ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു 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 പൊതു ചർച്ചയാണ് അടുത്ത് പറയുന്നത്. അതിൽ നമുക്ക് ജന്മരാശ്യാധിപനായിട്ടുള്ള ശനിയാണ്. ആ ശനി 2ലേക്ക് രാശി മാറും. അപ്പോൾ ശനി ജന്മരാശ്യാധിപൻ 2ലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികളിൽ ധനം
നിക്ഷേപിക്കുന്നതിനുള്ള ഒരു ശ്രമം ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. അതിനു വേണ്ടി നമ്മൾ ചിലപ്പോൾ ചെലവ് ചുരുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകും. അതുപോലെ ചിലപ്പോൾ ഈ പണം വസ്തു വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴിയോ അത്തരത്തിലുള്ള പദ്ധതികളിലൊക്കെ ചേർന്ന് ദീർഘകാല വരുമാനം അല്ലെങ്കിൽ ധനസമ്പാദനത്തിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി 2ലേക്ക് വരിക വഴി ഈ കൂറുകാർക്ക് ചിലപ്പോൾ ഉണ്ടാകാവുന്നത്. അതുപോലെ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ ഭാവി ഭദ്രമാക്കുന്നതിനുള്ള ചിന്തകൾ ഉണ്ടാകും. അതുപോലെ ലഗ്നാധിപൻ 2ൽ വരിക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജന്മരാശ്യാധിപൻ 2ൽ വരിക എന്ന് പറയുമ്പോൾ 2 കുടുംബസ്ഥാനമാണ്. അപ്പോൾ കുടുംബകാര്യത്തിലൊക്കെ ഉത്തരവാദിത്വം കൂടും. കുടുംബ പ്രശ്നങ്ങളെ നമുക്ക് സംയമനത്തോടെ നീതിപൂർവമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു 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 കരുതൽ ഈ സമയത്തുണ്ടാകും. അതുപോലെ ബന്ധുക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായിട്ട് നിർവഹിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അതുപോലെ ശനി 2ൽ സ്ഥിതി വരുന്നത് കൊണ്ട് അമിതമായിട്ടുള്ള അധ്വാനമൊക്കെ വരും. പക്ഷെ നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ളൊരു ധനാഗമം ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. അതുപോലെ തന്നെ ചിലർക്ക് ഈ ചില ബിസിനസ്സുകാർ, പ്രത്യേകിച്ച് ഈ ലോകങ്ങൾ ഇപ്പോൾ ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ലോക വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക്, അതുപോലെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് ബിസിനസ് നടത്തുന്നവർ, അപ്പോൾ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, കുടുംബ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതുപോലെ വസ്തുക്കളൊക്കെ പരിപാലിച്ച് ആദായമെടുത്ത് ജീവിക്കുന്നവർ, അവർക്കൊക്കെ ഈ നമുക്ക് അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ശനിയുടെ 2ലെ സ്ഥിതി ധനനേട്ടത്തിന് സഹായകമാകും എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ശനി 12ാം ഭാവാധിപനും കൂടെയാണ് കുംഭക്കൂറുകാർക്ക്. അപ്പോൾ ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ശനി 2ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ധനപരമായ ഇടപാടുകളിൽ ഒരു കരുതൽ വേണം. കാരണം ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചിലർക്ക് വിദേശ ബന്ധം വഴി, ഇപ്പോൾ വിദേശത്ത് ബന്ധുക്കളോ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വിദേശത്ത് വർക്ക് ചെയ്യുക വഴി, അതുവഴിയൊക്കെ ചിലപ്പോൾ ധനാഗമത്തിന് സാധ്യതയുണ്ട്. അതേസമയം ഈ 2ൽ ശനി വരിക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 12ാം ഭാവാധിപനായിട്ടുള്ള ശനി 2ലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാഴ്ച സംബന്ധമായി, വിഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, ദന്തസംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ചിലപ്പോൾ കൃത്യസമയത്തൊക്കെ ആഹാരം കഴിക്കാനാകാത്ത ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ വരാം. ഇപ്പോൾ നമ്മൾ ആഹാരം ഇല്ലാത്തത് കൊണ്ടല്ല, ചിലപ്പോൾ കൃത്യസമയത്തൊക്കെ ആഹാരം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാം. അതുപോലെ നമ്മൾ സംസാരത്തിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഹാർഷായിട്ടൊക്കെ സംസാരിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ പോകുന്നവർക്ക് കുടുംബത്തിലൊക്കെ ഉത്തരവാദിത്വം കൂടുകയും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നമ്മൾ ചെലവ് ചുരുക്കി ഭാവി ഭദ്രമാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ 2ലേക്കുള്ള ശനിയുടെ രാശിമാറ്റം അല്ലെങ്കിൽ 7ര ശനിയുടെ അവസാന ഘട്ടം അവരെ പ്രേരിപ്പിക്കും. അപ്പോൾ 7ര ശനിയൊക്കെ തീരുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതയൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി 2 നിൽക്കുന്ന ശനി അതിൻ്റെ 3ാം ഭാവമായിട്ടുള്ള 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് ശുക്രൻ്റെ രാശിയാണ്. അപ്പോൾ അത് 4ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവർ, അവർക്ക്, അതുപോലെ കൃഷി ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ 3rd ആസ്പെക്റ്റാണ് ആ 4ൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വസ്തു ക്രയവിക്രയങ്ങളിൽ, കൃഷിയിൽ, ക്വാറി പ്രവർത്തനം നടത്തുന്നവർ, അതുപോലെ തന്നെ അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും, കൂടുതൽ ആക്റ്റീവ് ആകും. അതുവഴിയൊക്കെ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുപോലെ ഫാമിലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ, നല്ല ക്വാളിറ്റി ഓഫ് ഇൻ്ററാക്ഷൻ മെച്ചപ്പെടുത്തുക വഴി നമുക്ക് കഴിയും. നമ്മുടെ ഇൻ്ററാക്ഷൻ ഓക്കെ ആണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണെങ്കിൽ, നമ്മുടെ സംസാരമൊക്കെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. ശനി 12ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് കഴിവതും നമ്മൾ ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഉപാസനാവിധികൾ, ഇവയൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അതേസമയം
മാതാവിൻ്റെ ആരോഗ്യത്തിൽ അല്പം കരുതൽ വേണം. കാരണം 12ാം ഭാവാധിപനായിട്ടുള്ള ശനി 4ലേക്ക് ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് മാതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വേണമെങ്കിൽ വരാം. അതുപോലെ അനാവശ്യമായിട്ടുള്ള വറി, അതുപോലെ ബന്ധുക്കളുമായിട്ടുള്ള ശത്രുത, ഇവയൊക്കെ ഒഴിവാക്കി പോകാൻ ഈ കുറുകാർ ശ്രമിക്കണം. ഇനി 2 നിൽക്കുന്ന ശനി അതിൻ്റെ 7ാം ഭാവമായിട്ടുള്ള അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് ബുധൻ്റെ രാശിയാണ്. അത് ചിലർക്ക് ജീവിതത്തിൽ സഡനായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു പരിവർത്തനം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവികാസങ്ങൾ ഈ സമയത്തുണ്ടാകാം. അത് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, അത് ചിലപ്പോൾ നെഗറ്റീവ് ആകാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടുസംരംഭങ്ങൾ വഴി, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് വഴി, അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴി ഒക്കെ ഒരു നേട്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൂട്ടായിട്ടൊക്കെ റിസർച്ച് ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നവർക്ക്, ഗ്രൂപ്പായിട്ടൊക്കെ ചേർന്ന ഈ കളക്റ്റീവായിട്ടുള്ള റിസർച്ചൊക്കെ നടത്തുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കാരണം ഈ ജോയിൻ്റ് സംരംഭങ്ങളിലൊക്കെ ഒരു വിജയം അവർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കൂട്ടുസംരംഭങ്ങളിൽ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പുതിയ ഈ കൂട്ടായിട്ടുള്ള സംരംഭങ്ങളിൽ ചിലപ്പോൾ പങ്കാളിയാകുന്നതിനും അതുവഴിയൊക്കെ ആ സ്ഥാപനത്തിൻ്റെ ഒരു ലാഭവിഹിതമൊക്കെ നമ്മുടെ കൈവശം വന്നു ചേരുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും. അതേസമയം 2 നിന്ന് 8ലേക്ക് ആ ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ശനിയുടെ രാശിയിൽ നിന്ന് നേരെ അതിൻ്റെ 7ാം ഭാവം എന്ന് പറയുമ്പോൾ ഈ കുറുകാരുടെ അഷ്ടമഭാവമാണ്. അപ്പോൾ അഷ്ടമത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തെന്ന് വരാം. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ആക്സിഡൻസ് ഒക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വരാം. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അത്തരത്തിലുള്ള വിഷമങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ അതിലൊക്കെ ഒരു കരുതൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി 2 നിൽക്കുന്ന ശനി അതിൻ്റെ 10ാം ഭാവമായ 11ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനാഗമത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. സ്വന്തം അധ്വാനം വഴിയോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ, അല്ലെങ്കിൽ കൂട്ടു സംരംഭങ്ങൾ വഴിയോ, അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ നമുക്ക് ചില നേട്ടങ്ങളുണ്ടാകും. അതുപോലെ ചില ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കുന്നതിന് ഈ ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ സൗഹൃദങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയം കൂടിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ചില ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നതിനോ, മംഗള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനോ, പാർട്ടികളിൽ പങ്കെടുക്കുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. അതുവഴിയൊക്കെ സൗഹൃദങ്ങളൊക്കെ പുതുക്കുന്നതിനുള്ള ഒരു സാധ്യതയും ഈ 11ലെ ശനിയുടെ ദൃഷ്ടി കൊണ്ട് കഴിയും എന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ശനിയുടെ ദൃഷ്ടി വരുന്നത്. അപ്പം ശനിയുടെ ദൃഷ്ടി അതിൻ്റെ ആ രാശിയിൽ നിന്ന് അതിൻ്റെ 10ലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അത് 11ാം ഭാവമാണ്. പക്ഷെ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ആ 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 11ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചിരകാല അഭിലാഷങ്ങൾ, ചില ആഗ്രഹങ്ങൾ എങ്കിലും നമുക്ക് ഈ മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് സാധിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കരുതലോടെ ദീർഘമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയൊക്കെ പോകുന്നവർക്ക് ഈ ഗോചരശനി ഗുണാനുഭവങ്ങൾ നൽകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.